ഹലോ. അപ്പോൾ ദാ ഈ വർഷത്തെ നോമ്പ് ഇവിടെ അടുത്തെത്താനായല്ലോ ല്ലേ. അപ്പോൾ ദാ ഞങ്ങളെ വീട്ടിൽ നനച്ചൊലിപ്പണീൻ്റെ ആരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇന്ന് റൂമിൽ പെയിൻ്റ് അടിക്കാന്നാണ് കരുതിയിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ വർഷം നോമ്പിന് നമ്മൾ റൂമിൻ്റെ പണി പകുതിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 റൂം കൂടുതൽ എടുത്തിരുന്നു ട്ടോ. അപ്പോൾ അതിൻ്റെ പണി പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ ട്ടോ. കഴിഞ്ഞ നോമ്പിന് ഇപ്രാവശ്യം ഇതാ കഴിഞ്ഞ അൽഹംദുലില്ലാ റൂമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റ് മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി വെള്ള പെയിൻ്റ് അടിക്കാന്ന് വിചാരിച്ചു. ജുനൈസ്‌ക്ക് പെയിൻ്റ് അടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഉമ്മച്ചിയും മക്കളൊക്കെ ഒന്ന് കല്യാണത്തിന് പോയതും കൊണ്ട് കുട്ടികളാരുമില്ല. അപ്പോൾ ജുനൈസ്‌ക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പിന്നെ ഇടയ്ക്ക് ഞാനും ഒന്ന് പോയിട്ടോ. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റാത്ത പണി പറഞ്ഞപ്പോൾ ഞാൻ ദാ മെല്ലെ ഇട്ട് തിരിച്ച് പോന്നു. പിന്നെ പെയിൻ്റ് അടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം ഐഷൂനെ ഉറക്കി ക്ലീൻ ചെയ്യാൻ തുടങ്ങി ട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് നിലത്തൊക്കെ പെയിൻ്റ് ചെയ്ത് പിന്നെ കുറേ ജുനൈസ്‌ക്ക് ഉരച്ച് കളഞ്ഞിരുന്നു. ബാക്കി ഞാൻ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് തുടച്ചെടുത്തു ട്ടോ. ഇപ്രാവശ്യം പിന്നെ നനച്ചുള്ളിപ്പണികളൊക്കെ പെട്ടെന്ന് തന്നെ തുടങ്ങി വെക്കിട്ടോ. എല്ലാ കൊല്ലം നനച്ചുള്ളിപ്പണിക്ക് നിൽക്കുന്ന സമയത്ത് ഒരു മഴ പെയ്യലുണ്ട്. അപ്പോൾ അതൊക്കെ പകുതി കുളമാവലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ഓരോന്നോരോന്ന് വേഗം തുടങ്ങിയിട്ടാൽ പിന്നെ ആ സമയത്തേക്ക് എല്ലാം കൂടി ഒരുമിച്ച് വലിച്ച് വാരി വരകണ്ടല്ലോ. അപ്പോൾ ഇതാ കുറച്ചീച്ചെ കുറച്ചീച്ചെ ഇങ്ങനെ ചെയ്ത് തുടങ്ങുന്നത്. ഇനിയിപ്പോൾ പാത്രങ്ങൾ അടുക്കളയിലെ പാത്രങ്ങൾ കുറച്ചൊക്കെ വലിച്ച് വാരിയിട്ട് കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ലീവുള്ള ദിവസം അപ്പുറത്തെ റൂം പെയിൻ്റ് അടിക്കണം. നമ്മൾ ചെറുതായി പെയിൻ്റ് അടിച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.